ദൈവത്തെ കാണാൻ ഒരു മലയും ചവിട്ടി പോകണ്ട, ദൈവത്തെ കാണാൻ ഒരുപാട് പണം മുടക്കണ്ട. ഇരിക്കുന്ന കസേരയിൽ മനസ്സുകൊണ്ടൊന്ന് വിശ്വസിച്ച് ദൈവമേ എന്ന് വിളിച്ചാൽ മതി. ആ ദൈവം നിൻ്റെ അടുത്തേക്ക് വരും. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന, ആരാധനയ്ക്ക് വിലയിടുന്ന, ഉപവാസത്തിന് വിലയിടുന്ന, കണ്ണുനീരിന് മറുപടി തരുന്ന ഒരു നല്ല ദൈവം എനിക്കും നിങ്ങൾക്കുമുണ്ട്. വിശ്വാസത്തിൽ കാണുന്നത് യാഥാർത്ഥ്യമായി ജീവിതത്തിൽ വരും. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ശുശ്രൂഷയുടെ വിമലപാതയിൽ എന്ന ശുശ്രൂഷയുടെ 27ാമത്തെ ദിവസമാണ് ഇന്ന്. എല്ലാവർക്കും ദൈവത്തിൽ നിന്ന് കൃപയും സമാധാനവും ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. ദൈവകൃപയിൽ നിങ്ങളെല്ലാവരും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹമായി, സന്തോഷമായി ഈ ശുശ്രൂഷകൾ മാറുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ വചനമാണ് ഈ ദിവസങ്ങളിൽ കേട്ട് മനസ്സിനെ, ചിന്തകളെ, ജീവിതത്തെ എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ദൈവവചനം നിങ്ങളെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവവചനം നിങ്ങളെ ജീവിതത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ കേൾക്കുന്ന ദൈവവചനം ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനമാണ്. പക്ഷേ കേൾക്കുന്ന വ്യക്തികളെ ഈ വചനം മാറ്റും. അതാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ നമ്മളിന്ന് ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ 27ാമത്തെ ദിവസം നമ്മൾ ദൈവവചനം പ്രാർത്ഥനയോടെ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ നമുക്കൊരുക്കണം. നമ്മുടെ ആത്മീയ ജീവിതത്തെ, സാഹചര്യത്തെ എല്ലാം ഒന്നൊരുക്കി നമ്മുടെ നിയോഗങ്ങളെ ഒരിക്കൽ കൂടി ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയെല്ലാം ക്രമീകരിച്ച് നിങ്ങളെവിടെയായിരുന്നാലും നിങ്ങളുടെ ചെവികളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം ഒരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നന്മകളും അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുന്ന 33 ദിവസങ്ങളാണിത്. നമ്മളെ തന്നെ ഒരുക്കുന്ന ദിവസമാണ്. ഇന്ന് കേൾക്കുന്ന ഈ ദൈവവചനം പ്രതീക്ഷയോടെ നമുക്ക് കേൾക്കണം. കാരണം ഈ വചനം നിങ്ങളോട് എത്തിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കും ആരാധിക്കുന്ന ആരാധനകൾക്കും നമ്മൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾക്കെല്ലാം വിലയിടുന്ന ഒരു ദൈവമുണ്ട്. ഇതിനൊക്കെ ഒരു വിലയുണ്ട്. നമ്മൾ പറയും നമ്മുടെ പ്രാർത്ഥനയ്ക്കൊന്നൊരു വിലയില്ല, ആരാധനയ്ക്ക് വിലയില്ല. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഇതിനൊക്കെ എന്ത് വിലയുള്ളത്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വിലയിടുന്നൊരു ദൈവമുണ്ട്, അതിന് വില കൽപ്പിക്കുന്നൊരു ദൈവമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിന് തെളിവ് ഇഷ്ടം പോലെയാണ്. ഒന്നാമത്തെ ഒരു തെളിവ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ദൈവവചനം 1 സാമുവേലിൻ്റെ പുസ്തകത്തിലെ 1-ാം അധ്യായമാണ്. അവിടെ ഒരു വ്യക്തിയെയാണ് ദൈവവചനം പരിചയപ്പെടുത്തുന്നത്. ആ വ്യക്തിയുടെ പേരാണ് ഏൽക്കാന എന്നൊരാൾ. ആ വ്യക്തിക്ക് ആ കാലഘട്ടത്തിൽ 2 ഭാര്യമാർ ഉണ്ടായിരുന്നുവെന്ന് 2-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഏൽക്കാനായ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു, ഹന്നായും പെനീനായും. അവർ തമ്മിൽ സന്തോഷത്തോടെയൊക്കെ പോകുന്നൊരു സാഹചര്യം ആയിരുന്നെങ്കിലും അവിടെ ചെറിയ അസ്വസ്ഥതകളും അകൽച്ചകളും ഉണ്ടായി. അതിനൊരു കാരണമുണ്ട്, എഴുതിയിട്ടുണ്ട്. കാരണം ഹന്നായ്ക്ക് മക്കളില്ലായിരുന്നു. ആ കാരണത്താൽ ആ വ്യക്തിക്ക് പല സങ്കടങ്ങളും പല ദുരനുഭവങ്ങളും കുത്തുവാക്കുകളും എല്ലാം ആ സാഹചര്യത്തിൽ, ആ വീടിൻ്റെ അന്തരീക്ഷത്തിൽ അനുഭവിക്കേണ്ടതായി വന്ന് ആ കാര്യം എഴുതിയിട്ടുണ്ട്. 5-ാമത്തെ വാക്യം എല്ലാം എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്: ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നുവെങ്കിലും അവൾക്കൊരംശം മാത്രമേ നൽകിയിരുന്നുള്ളൂ. എന്തെന്നാൽ കർത്താവ് അവളെ വന്ധ്യയാക്കിയിരുന്നു. വന്ധ്യത നിമിത്തം അവളുടെ സ്വപത്നി അവളെ വേദനിപ്പിച്ചിരുന്നു. ആണ്ടുതോറും കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ അവൾ ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നു. അതിനാൽ ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള ചില സാഹചര്യം അവിടെ എഴുതിയിട്ടുണ്ട്. ഒരാൾക്ക് വിഷമം വന്നാൽ നമ്മളെടുക്കുന്ന അതേ രീതിയിൽ കൂടെ തന്നെയാണ് ഹന്നായും അത് കൈകാര്യം ചെയ്തത്. കരയും, ഭക്ഷണം കഴിക്കാതിരിക്കും,
വിഷമിച്ചിരിക്കും, സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു വീടിൻ്റെ അകത്ത് കയറി മുറി അടച്ചൊക്കെ ഇരിക്കുന്ന ഒരു അന്തരീക്ഷം. പക്ഷേ ഇതിലൊരിക്കൽ ഈ വ്യക്തി ഈ വിഷമമെല്ലാം സഹിച്ച് മടുത്ത് ആകെ ധർമ്മസങ്കടത്തിലായൊരു സമയത്ത് ഒരു ദിവസം അവൾ എന്തു ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് 10-ാമത്തെ വാക്യം. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞൊരു വാക്കുണ്ട്. നമ്മളുടെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും കണ്ണുനീരിനും വിലയിടുന്ന ഒരു ദൈവമുണ്ട്. അതിനൊക്കെ വില കൽപ്പിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരാളാണോ? ആരാധിക്കുന്ന ഒരാളാണോ? ദൈവസന്നിധിയിൽ ചില കാര്യങ്ങളെ ഓർത്ത് കരയുന്ന ഒരാളാണോ? മനുഷ്യൻ്റെ മുമ്പിൽ അതിന് വലിയ വില കൽപ്പിച്ചില്ലെങ്കിലും ദൈവസന്നിധിയിൽ ദൈവം അതിന് വില കൽപ്പിച്ചിട്ടുണ്ട്. ദൈവം അതിന് വിലയിടും. അതിന് തത്തുല്യമായ അനുഗ്രഹത്തെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. വ്യക്തമാക്കി തരികയാണ്. അവൾ എന്തു ചെയ്തു? അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു എന്നെഴുതിയിട്ടുണ്ട്. ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. അതൊരു പ്രത്യേക ബൈബിളൊരു വാക്കുണ്ട്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് യഹോവ സമീപസ്ഥനാണ്. അതായത് അത് ഹൃദയം നുറുങ്ങിയവർ. ഇപ്പോൾ നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റില്ല ആ വ്യക്തിയുടെ ഹൃദയം നുറുങ്ങിയതാണോ. നമുക്ക് അയാളുടെ കരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ, അയാൾ ഉറക്കെ പ്രാർത്ഥിക്കും, ഇതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഹൃദയം നുറുങ്ങിയ അവസ്ഥ നമുക്കറിയാൻ പറ്റുമോ? പക്ഷെ ദൈവം പറയാണ് ഹൃദയം നുറുങ്ങിയവർക്ക്. ചിലപ്പോൾ അവരെല്ലാവരെയും കാണുമ്പോൾ ചിരിക്കും, സാധാരണ പോലെ വർത്തമാനമൊക്കെ പറയും, നമ്മുടെ കൂടെ ചിലപ്പോൾ സന്തോഷിക്കാനും ഒക്കെ കൂടും. പുറമേ അതൊന്നും അവർ കാണിക്കത്തില്ല, ഒട്ടും പുറമേ കാണിക്കില്ല. നമുക്കൊരിക്കലും പിടികിട്ടത്തില്ല ഇവരുടെ ഉള്ളിൽ ഇങ്ങനെയൊരു വിഷമമുണ്ടോയെന്ന്. പക്ഷെ ബൈബിളിലെ വചനം പറയാണ് ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം 10 കിലോമീറ്റർ ദൂരെയാണെന്നല്ല, 100 മീറ്റർ അപ്പുറത്താണെന്നല്ല, ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ്. നമ്മളുടെ കണ്ണുനീരിനും ഹൃദയത്തിൻ്റെ നുറുക്കത്തിനും എല്ലാം വിലയിടുന്നൊരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട കുടുംബമേ, നിയോഗത്തോടെയാണല്ലോ നിങ്ങൾ പങ്കെടുക്കുന്നത്. നിങ്ങൾക്ക് കാണും നിങ്ങൾ എഴുതിയിട്ട നിയോഗത്തിൻ്റെ മേൽ ഒരാരാധനയും പ്രാർത്ഥനയും കണ്ണുനീരും ഒക്കെ. അത് ഒരു വിഷയത്തിൽ ഒത്തിരി സങ്കടപ്പെടുന്ന ഒരാളായിരിക്കും നിങ്ങൾ. നിങ്ങളുടെ സങ്കടം ചിലപ്പോൾ അകത്ത് ആകെ വീർപ്പ് മുട്ടിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. നമുക്കിതുപോലൊന്ന് ചെയ്യാം. ഹൃദയം നൊന്ത് ഒന്ന് കരഞ്ഞു പ്രാർത്ഥിക്കണം. ഹൃദയം നൊന്ത് ഹൃദയം നുറുങ്ങി ദൈവമേ എന്ന് വിളിക്കണം. ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ്. അവൻ്റെ യോഗ്യത നോക്കാതെ, സഭാവ്യത്യാസം കൂടാതെ ദൈവം അവൻ്റെ മേലെ ഇറങ്ങി വരും. നിങ്ങൾ ആരുമാകട്ടെ, ഏത് സഭയിൽപ്പെട്ട ഒരാളുമാകട്ടെ, വിശ്വാസിയാകട്ടെ, നിങ്ങളൊരു അക്രൈസ്തവ വ്യക്തിയാകട്ടെ, നിങ്ങൾ ആരുമാകട്ടെ, ഹൃദയം നുറുങ്ങിയ ഒരാളാണോ, ദൈവം നിങ്ങൾക്ക് സമീപസ്ഥനാണ്. ദൈവം നിങ്ങൾക്ക് സമീപസ്ഥനാണ്. ദൈവം നിങ്ങളെ കൈവിടത്തില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. അവൾ പ്രാർത്ഥിച്ചു. എന്നിട്ട് അവളൊരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങനെ അനുസ്മരിക്കണമേ. അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. ഒരു നേർച്ച നേരുകയാണ്, ഒരു നിയോഗം സമർപ്പിക്കുക. നമ്മളും ഈ ഒരു ശുശ്രൂഷയ്ക്ക് കയറിയപ്പം ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ കേട്ടതാണല്ലോ, ഒരു നിയോഗം നിയോഗത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ടെന്ന് ബൈബിൾ തെളിയിക്കുന്ന ഭാഗമാണിത്. അവളൊരു നേർച്ച നേർന്നു, ഒരു നിയോഗം സമർപ്പിച്ചു. ഒരു പുത്രനെ നൽകുകയാണെങ്കിൽ, ദൈവം എനിക്ക് തരികയാണെങ്കിൽ എന്ന് ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. 12-ാമത്തെ വാക്യം. ഇവളുടെ പ്രാർത്ഥന അവിടെയുള്ള ചിലർ ശ്രദ്ധിച്ചു. ഹന്ന ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ ഏലി എന്ന പുരോഹിതൻ ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ഒരാൾ ഇങ്ങനെ ഹൃദയം നുറുങ്ങി സ്ഥലകാല ബോധമൊന്നുമില്ലാതെ ആ സങ്കടത്തിൻ്റെ ആധിക്യത്തിൽ ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരാൾ ശ്രദ്ധിക്കുന്നുള്ള കാര്യം പോലും ഈ വ്യക്തി മറന്ന് ആ സമയത്ത് ആ സ്ഥലത്തെ ഏലി പുരോഹിതൻ ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു, അധരം ചലിച്ചുകൊണ്ടുമിരുന്നു, ശബ്ദം പുറത്തു വന്നില്ല. അതിനാൽ ഈ പുരോഹിതന് തോന്നി
ഈ വ്യക്തി മദ്യപിച്ചിട്ട് ഏതോ ലഹരിയിൽ കിടന്ന് മത്തു പിടിച്ചിട്ട് ലഹരിയിൽ ആയിട്ട് എന്തൊക്കെയോ പുലമ്പുകയാണ്, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് എന്നാണ് സ്ഥലത്തെ പുരോഹിതൻ വിചാരിച്ചത്. കാരണം ഈ വ്യക്തി ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചപ്പോൾ ശബ്ദം കേട്ടിരുന്നില്ല, ഒച്ച വന്നിരുന്നില്ല, ഇങ്ങനെ അധരം ചലിച്ചിരുന്നു. ഇങ്ങനെ ഒരു പ്രത്യേക മോഡലിലാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ആ പുരോഹിതൻ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, ഏലി അവളോട് പറഞ്ഞു, എത്ര നേരം നീ ഇങ്ങനെ ഉന്മത്തയായിരിക്കും, ഇങ്ങനെ കള്ള് കുടിച്ച പോലെ ഇങ്ങനെ എത്ര നേരം ഇങ്ങനെ ഇവിടെ കിടന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചു. നിന്റെ ലഹരി അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു, ഇത് നിർത്താൻ പറഞ്ഞു. അപ്പോൾ ഹന്ന പ്രതിവദിച്ചു, എൻ്റെ ഗുരോ, അങ്ങനെയൊന്നും അല്ല, ഞാൻ മദ്യപിച്ചിട്ട് ലഹരിയിൽ മത്തുപിടിച്ച് ആടുകയോ പാടുകയോ ചെയ്തതൊന്നുമല്ല, അങ്ങ് വിചാരിക്കുന്ന പോലല്ല, അങ്ങ് തെറ്റിദ്ധരിച്ചതാണെന്നെ. ഞാൻ വളരെയേറെ മനോവ്യത അനുഭവിക്കുന്ന ഒരാളാണ്, ഞാൻ ഒത്തിരി സങ്കടം അനുഭവിക്കുന്ന ഒരാളാണെന്ന് ആ പുരോഹിതനോട് ആ വ്യക്തി പറഞ്ഞു. ഞാൻ ഒത്തിരി സങ്കടം അനുഭവിക്കുന്ന ഒരാളാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളും സങ്കടം അനുഭവിക്കുന്ന ഒരാളാണോ? മനോവ്യത അനുഭവിക്കുന്ന ഒരാളാണോ? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം വിലയിടുന്നു. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയെ ഗൗരവമായി എടുക്കുന്നു. ദൈവം നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി തരുന്നു. അടുത്ത വാക്യം, ആ വ്യക്തി പറഞ്ഞു, ഞാൻ ഒത്തിരി മനോവ്യത അനുഭവിക്കുന്നു, ഞാൻ ഒത്തിരി തകർന്നവളാണ്, പരാജയപ്പെട്ടവളാണ്, ഞാൻ ഒത്തിരി സങ്കടം അനുഭവിക്കുന്നുണ്ട്, അല്ലാതെ അങ്ങ് വിചാരിച്ചതുപോലെ ഞാൻ മദ്യപിച്ച് ലഹരിയിലായി ബോധമില്ലാതെ ഒന്നും ചെയ്തതൊന്നും അല്ല, അങ്ങ് തെറ്റിദ്ധരിച്ചതാണ്, അങ്ങനെയല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ പറയുകയാണ്, വീഞ്ഞോ ലഹരി പാനീയമോ ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല, കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയം ഞാൻ പകരുകയായിരുന്നു. ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് മലയാളത്തിൽ, പകരുകയായിരുന്നു. ഒരു ബക്കറ്റിലെ വെള്ളം മറ്റൊരു ബക്കറ്റിലേക്ക് പകരപ്പെടും എന്ന് പറയുന്ന പോലെ ഉള്ളതിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് ഒഴിക്കുന്നതിനാണ്, അതുപോലെ അതിനാണ് പകരുക എന്ന് പറഞ്ഞു. അതിലെടുത്ത് ഇങ്ങോട്ട് പകരാൻ പറയില്ലേ? അപ്പം ഈ പ്രാർത്ഥന എങ്ങനെയാണ് നടത്തുന്നത്? ഇവളുടെ ഹൃദയത്തിൽ നിന്ന് അവളുടെ ആ വിഷമത്തെ ദൈവഹൃദയത്തിലേക്ക് പകർന്നു. എൻ്റെ സങ്കടം ഇതാണ്, എൻ്റെ വിഷമം ഇതാണ്. ഇപ്പോൾ എന്നെ പ്രാർത്ഥനയോടെ ദൈവവചനം ശ്രദ്ധിക്കുന്ന നിങ്ങൾക്കും ഈ വ്യക്തിയെപ്പോലെ ഒന്ന് പ്രാർത്ഥിക്കുക. ഹന്നായെപ്പോലെ ഒത്തിരി സങ്കടമുള്ള ഒരവസ്ഥയിൽ, ദൈവമേ എൻ്റെ മനസ്സിതാണ്, എൻ്റെ സങ്കടം ഇതാണ്, എൻ്റെ അവസ്ഥ ഇത്, എൻ്റെ സിറ്റുവേഷൻ ഇതാണ്, എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. നിങ്ങളും ഇതുപോലൊന്ന് ഹൃദയം നുറുങ്ങിയൊന്ന് പ്രാർത്ഥിക്കുക. അതിന് പ്രത്യേകിച്ച് പണച്ചെലവോ മറ്റൊന്നുമില്ല. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് നിങ്ങൾ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയെ ദൈവം ശ്രദ്ധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കാണാൻ ഒരു മലയും ചവിട്ടി പോകണ്ട, ദൈവത്തെ കാണാൻ ഒരുപാട് പണം മുടക്കണ്ട. ഇരിക്കുന്ന കസേരയിൽ മനസ്സുകൊണ്ടൊന്ന് വിശ്വസിച്ച് ദൈവമേ എന്ന് വിളിച്ചാൽ മതി, ആ ദൈവം നിൻ്റെ അടുത്തേക്ക് വരും. അതാണ് ബൈബിൾ പറയുന്നത്. എൻ്റെ ജനം എന്നെ അന്വേഷിക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് ചെല്ലുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എവിടെയെല്ലാം എൻ്റെ നാമം അനുസ്മരിക്കപ്പെടുന്നുവോ അവരുടെ അടുക്കലേക്ക് വന്ന് ഞാൻ അവരെ അനുഗ്രഹിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വേറെ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, ഒറ്റക്കാലേ നിന്ന് ഒരു വർഷം തപസ് ചെയ്യണ്ട. ആ ഇരിക്കുന്ന കസേരയിലിരുന്ന് ഹൃദയം നുറുങ്ങി ദൈവമേ എന്നൊന്ന് വിളിക്കാമോ? ആ ദൈവം ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരും. എഴുതിയിരിക്കുന്നു, എൻ്റെ ഹൃദയവേദനകൾ ഞാൻ എൻ്റെ ദൈവത്തോട് പകരുകയായിരുന്നു. ഞാനങ്ങനെ പകരുകയായിരുന്നു. എന്നിട്ട് 16-ാമത്തെ വാക്യം, എന്നിട്ട് വ്യക്തി പുരോഹിതനോട് പറഞ്ഞു, ഈ ദാസിയെ അതമ്പതിച്ച ഒരാളായിട്ട്, മദ്യപിക്കുന്ന ഒരാളായിട്ട്, ലഹരിക്കടിമപ്പെട്ട മത്തുപിടിച്ച് ആടി ഉലയുന്ന ഒരാളായിട്ട് എന്നെ കണക്കിലാക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞു. അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്. എഴുതിയിരിക്കുന്ന വാക്കിൻ്റെ ഘടന നോക്കൂ. ആ വ്യക്തിയുടെ ജീവിത സാഹചര്യത്തിൽ എഴുതിയിരിക്കുന്ന വാക്ക് അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സ്ഥലകാല ബോധമില്ലാതെ ഇങ്ങനെയൊക്കെ അറിയാതെ കരഞ്ഞു പറഞ്ഞ് പ്രാർത്ഥിച്ചു പോയത്. എൻ്റെ അകത്തെ ദുഃഖം കൊണ്ടാണ്. ശരിയാണ്, നമ്മളും ചില ദുഃഖങ്ങളുടെ ആധിക്യം, നമ്മുടെ സ്ഥലകാലങ്ങളും അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ മറന്നു പോകും. ചില സമയത്ത് പൊട്ടിത്തെറിച്ചു പോകും. പിന്നെ നമുക്ക് ദൈവം ഇങ്ങനെയൊക്കെയാണല്ലോ, ഞാൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് എന്ന് നമ്മൾ ചോദിക്കില്ലേ? ഞാൻ എൻ്റെ ആ വിഷമത്തിൻ്റെ പുറത്ത് എന്തൊക്കെയോ പറഞ്ഞു പോയതാണ് കേട്ടോ, നിങ്ങളതൊന്നും മനസ്സിൽ വച്ചേക്കരുത്. അതുകൊണ്ട് ഈ വ്യക്തി പറയുകയാണ്, എൻ്റെ സങ്കടം കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണ്, എന്നെ അതമ്പതിച്ച ഒരാളായിട്ട് കാണരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അതിനുശേഷം 17-ാമത്തെ വാക്യം, അപ്പോൾ പുരോഹിതൻ ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം പറഞ്ഞു, നീ സമാധാനത്തോടെ പോവുക, ഇസ്രായേലിൻ്റെ ദൈവം നിൻ്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ എന്ന് പറഞ്ഞു. അനുഗ്രഹിച്ചു.
ഇതുപോലൊരു അനുഗ്രഹം നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങൾക്ക് തരട്ടെ. സമാധാനത്തോടെ ഇരിക്കുക. നിൻ്റെ പ്രാർത്ഥന ദൈവം സാധിച്ചു തരട്ടെ. ഒരു ദൈവവചനം പ്രസംഗിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും കണ്ട് ഇതുപോലൊരു അനുഗ്രഹം തരട്ടെ. ദൈവം നിൻ്റെ അവസ്ഥ കണ്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നിൻ്റെ പ്രാർത്ഥന ദൈവം സാധിച്ചു തരട്ടെ. പുരോഹിതൻ അങ്ങനെ പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, സമാധാനത്തോടെ പോവുക എന്ന് പറഞ്ഞു. അവൾ പോയി ഭക്ഷണം കഴിച്ചു. എന്നിട്ട് എഴുതിയിരിക്കുകയാണ് ഒരു വാക്ക്, പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായി കണ്ടില്ല. പിന്നീട് ഒരിക്കലും. അതെന്ത് പ്രാർത്ഥനയാണ് അപ്പോൾ ഇന്നലെ വരെ പ്രാർത്ഥിച്ചത്? അത്രയും പ്രാർത്ഥിച്ചിട്ട് ആ വ്യക്തിയുടെ മാറ്റം കണ്ടോ? പിന്നീട് ഒരിക്കലും അവൾ ആ വിഷയത്തെ ഓർത്ത് അവൾ തളരുകയോ മുഖം മ്ലാനവതയായിരിക്കുകയോ ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച വിഷയത്തിന് ഒരിക്കലും ഇനി ദുഃഖിക്കാൻ ഇടവരില്ല. ആ വിഷയത്തെ ഓർത്ത് നിങ്ങൾ കരയാൻ ഇടവരില്ല. ആ പ്രാർത്ഥനാ നിയോഗത്തെ ഓർത്ത് നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല. നിങ്ങളുടെ മുഖം നിങ്ങളുടെ തല കുനിയേണ്ടി വരത്തില്ല. കാരണം നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. നിങ്ങളുടെ സങ്കടത്തെ ദൈവം കണ്ടിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുനീര് ദൈവം ഏറ്റെടുത്തിരിക്കുന്നു. ഇതിനകത്തൊരു കാര്യമുണ്ട്. ഹൃദയത്തെ, സങ്കടത്തെ ദൈവസന്നിധിയിൽ പകർന്നപ്പോൾ ആ സങ്കടത്തെ ഏറ്റെടുത്തൊരു ദൈവം, പ്രാർത്ഥനയ്ക്ക് വിലയിടുന്നൊരു ദൈവം, ആരാധനയ്ക്ക് വിലയിടുന്നൊരു ദൈവം, കണ്ണുനീരിന് വിലയിടുന്നൊരു ദൈവം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ദൈവവചനത്തിൽ നിങ്ങളോട് പറയുമ്പോൾ ഇതേപോലത്തെ അനുഭവത്തിലൂടെ ഹൃദയവേദന അനുഭവിക്കുന്നവരും മനോദുഃഖം അനുഭവിക്കുന്നവരും ആരൊക്കെയോ എന്നെ കേൾക്കുന്നു. നിങ്ങളുടെ മുഖം മ്ലാനമാകാൻ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കത്തില്ല. നിങ്ങളുടെ ശിരസ് കുനിഞ്ഞു പോകാൻ സമ്മതിക്കത്തില്ല. ഒരിക്കൽ കൂടി പറയാം, പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന, ആരാധനയ്ക്ക് വിലയിടുന്ന, ഉപവാസത്തിന് വിലയിടുന്ന, കണ്ണുനീരിന് മറുപടി തരുന്ന ഒരു നല്ല ദൈവം എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഈ ശബ്ദം നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ചെവികളിലും പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവത്തിൻ്റെ സ്വരം ശക്തമായി മുഴങ്ങാനിട വരട്ടെ. പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൽപ്പിക്കട്ടെ. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത്, അവൾ തിരിച്ചവളുടെ വീട്ടിലേക്ക് ചെന്നു. അതിനുശേഷം 20-ാമത്തെ വാക്യം, അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. എന്നിട്ട് അടുത്ത വാക്യം എഴുതിയിരിക്കുന്നതെന്നറിയോ? ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അവൾ അവന് സാമുവേൽ എന്ന പേരിട്ടു. സാമുവേൽ എന്ന പേരിട്ടു എന്നല്ല എഴുതിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ അവനോട് കർത്താവിനോട് ചോദിച്ചു വാങ്ങിയെന്ന്. അതൊരു നല്ല പദപ്രയോഗമാണല്ലോ. അപ്പോൾ ദൈവത്തോട് ചോദിച്ചു വാങ്ങാൻ പറ്റുമല്ലേ? പ്രാർത്ഥനയിൽ ചോദിച്ചു വാങ്ങാൻ പറ്റും. നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹത്തെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയിൽ ചോദിച്ചു വാങ്ങാൻ കഴിയും. അതൊരു പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകതയാണ് ദൈവത്തോട്. അപ്പോൾ എങ്ങനെ ദൈവവചനം കേൾക്കണം? അപ്പനും മകളും എങ്ങനെയാണോ ഒരുമിച്ചിരിക്കുക, അതേ മനോഭാവത്തിൽ, ഒരു അപ്പനും മക്കളും എന്ന ഒരു മനോഭാവത്തിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് ചോദിച്ചു വാങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് ഒരു ഭക്തൻ, ഒരു നല്ല പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞത്, എനിക്കെന്ത് വിഷയം വന്നാലും, എനിക്കെന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ ഉടനെ ഫോൺ എടുത്ത് മറ്റൊരാളെ വിളിക്കുകയല്ല ചെയ്യാറ്. ഞാനൊരു പ്രാർത്ഥിക്കുന്ന ഒരാളുടെ നമ്പർ സെർച്ച് ചെയ്ത് ഞാൻ നമ്പർ സേവ് ചെയ്ത് ഏത് പേരിലായിട്ടെ അത് അന്വേഷിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. എനിക്കങ്ങനെ ഒരു സഹിക്കാനാവാത്തൊരു സങ്കടമോ പരിഹരിക്കാനാവാത്തൊരു പ്രശ്നമോ എനിക്കുണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കയറി കതകടയ്ക്കും. എൻ്റെ കുടുംബത്തിലെ മറ്റാരോടും ഞാൻ പറയത്തില്ല, എനിക്ക് ഇച്ചിരി പ്രാർത്ഥിക്കാനുണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ ആ പായിൽ എൻ്റെ കരങ്ങൾ വിരിച്ചു പിടിച്ച് ആ ജനലും വാതിലും അടച്ച് എൻ്റെ സ്വരം പുറത്തു കേൾക്കത്തില്ല. ഞാൻ ഹൃദയം നുറുങ്ങി എൻ്റെ ദൈവത്തോട് ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കും. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി എൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം പരിഹാരം കൽപ്പിച്ചു തന്നിട്ടുള്ള അനുഭവങ്ങളെ എനിക്കുണ്ടായിട്ടുണ്ട്. അയാൾ പറയുന്നു, എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുണ്ട്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് വിലയിടുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ ഭവനത്തിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലവും സാഹചര്യവും ഉണ്ടായിരിക്കട്ടെ. പ്രശ്നങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് അപ്പുറത്തെ വീട്ടിൽ ചെന്ന് ഒരാളോടല്ല അത് പറയേണ്ടത്, അല്ല
അല്ല ഫോൺ വിളിച്ചൊരാളോട് വെറുതെ ജസ്റ്റ് ഷെയർ ചെയ്യുക മാത്രമല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ചെന്ന് നിങ്ങളുടെ ദൈവത്തോട് ഹൃദയം നുറുങ്ങിയത് പറയണം. ദൈവത്തോട് നിങ്ങൾ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. എന്ത് സംഭവിക്കും? ദൈവത്തോട് പ്രാർത്ഥനയിൽ ചോദിച്ചു വാങ്ങാൻ പറ്റും. ഈ പദപ്രയോഗം തന്നെ ചിന്തിപ്പിക്കുന്നതല്ലേ. പ്രാർത്ഥനയിൽ എങ്ങനെയാണ് ചോദിച്ചു വാങ്ങാൻ പറ്റുക? ഒരു മനുഷ്യനോടാണെങ്കിൽ ഒരു 1000 രൂപ ചോദിച്ചു മേടിക്കാൻ പറ്റും. ഒരു കടയിൽ ചെന്ന് ഒരു സാധനമാണെങ്കിൽ ചോദിച്ചു വാങ്ങാൻ പറ്റും. അതേ രീതിയിലല്ല എഴുതിയിരിക്കുന്നത്. ആ സ്ത്രീ തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു, എൻ്റെ മകൻ, എനിക്ക് മക്കളില്ലായിരുന്നു. മക്കളില്ലാത്തതിൻ്റെ പേരിൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വേദനയും തിക്താനുഭവങ്ങളും കഷ്ടതയും ദുരിതവും വാക്കുകൾ കൊണ്ടുള്ള വേദനകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആ സങ്കടത്തിലാണ് ഞാൻ ദേവാലയത്തിൽ ചെന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചത്. എന്തിനു പറയണം, ആ സ്ഥലത്തെ പുരോഹിതൻ പോലും എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഏതോ മദ്യപിച്ച് ലക്ക് കെട്ടുവന്ന് ഏതാണ്ടൊക്കെയോ പുലമ്പുകയാണ് എന്നൊക്കെയാണ് പുരോഹിതൻ പോലും എൻ്റെ ആ സാഹചര്യത്തിൽ പറഞ്ഞത്. ഞാൻ അതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പ്രാർത്ഥനയിൽ ദൈവ സാന്നിധ്യത്തിൽ ചെന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചു വാങ്ങി. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോട് ചോദിക്കലാണ്. ചോദിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവളവന് സാമുവേൽ എന്ന് പേരിട്ടു. അതിനുശേഷം അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞ് ദൈവത്തെ മറക്കുന്ന ഒരു ഹന്നായെ അല്ല കാണുന്നത്. ഞാൻ ഈ പ്രസംഗത്തിൻ്റെ ഹെഡിങ് പറഞ്ഞത് കാര്യം മറക്കരുത്. പ്രാർത്ഥനയ്ക്ക് വിലയിടുന്നൊരു ദൈവമുണ്ട്. പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊന്നും വെറുതെ പോവില്ല. ആരാധിച്ച ആരാധനയൊന്നും വെറുതെ പോകില്ല. പാടിയ പാട്ടുകളൊന്നും നഷ്ടമാകില്ല. പങ്കെടുത്ത വിശുദ്ധ കുർബാനയൊന്നും നഷ്ടമാകില്ല. ആ പങ്കെടുത്ത ആരാധനയും ചൊല്ലിയ ജപമാലയും ആ സമർപ്പണ പ്രാർത്ഥനയും എഴുതിയിട്ട നിയോഗത്തിൻ്റെ പേരിലുള്ള ഉപവാസവും ഇതെല്ലാം ദൈവം വിലയിടുന്നൊരു സമയമുണ്ട്. ഇതിനെല്ലാം ദൈവം വില കൽപ്പിക്കും. ഒരുപക്ഷെ നമ്മുടെ വീട്ടുകാർ വരെ നമ്മുടെ പ്രാർത്ഥനാരീതി കണ്ട് വില കൽപ്പിക്കാതെ ചിലപ്പോൾ കളിയാക്കിന്നിരിക്കും. എപ്പോൾ നോക്കിയാലും പ്രാർത്ഥനയാണ്, എപ്പോഴും നിയോഗമാണ്, എപ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരൊന്നും അവരുടെ കണ്ണിൽ ഇതിന് വിലയുള്ളതായിട്ട് കണ്ടില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം നിൻ്റെ പ്രാർത്ഥനയ്ക്ക് വിലയിടുന്നുണ്ട്. നിൻ്റെ പ്രാർത്ഥനയ്ക്കൊരു വിലയുണ്ട്. ദൈവത്തിൻ്റെ വചനമാണ് ഇത് പറയുന്നത്. പിന്നെ 24-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത്, പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞ്, കുറച്ച് നാളുകൾ കഴിഞ്ഞ്, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഈ അമ്മ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇതേ ദേവാലയത്തിൽ തിരിച്ചു ചെന്നു. ഏലി പുരോഹിതൻ്റെ അടുത്ത് ചെന്നു. 26-ാമത്തെ വാക്യം, പുരോഹിതൻ്റെ അവിടെ ചെന്നിട്ട് തന്നെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണെന്നറിയാമോ? അതൊരു നല്ല വാക്കാണ്. എത്രയോ പേര് ദേവാലയത്തിൽ വന്നു പോകും, എല്ലാവരെയും ഒന്നും പുരോഹിതൻ ഓർത്തൊന്നും വരത്തില്ല. അതുകൊണ്ട് ഈ സ്ത്രീ കുഞ്ഞിനെയും കൊണ്ട് ദേവാലയത്തിൽ ചെന്നിട്ട് പറഞ്ഞ വാക്കെന്നാണെന്നറിയാമോ? അതാണ് 26-ാമത്തെ വാക്യം. അവൾ പറഞ്ഞു, ഗുരോ, ഇവിടെ അങ്ങയുടെ മുമ്പിൽ വന്ന് പണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീയാണ് ഞാൻ. സ്വന്തം പരിചയപ്പെടുത്തുക. പണ്ട് വന്നപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞില്ലായിരുന്നോ? എന്നെ മദ്യപിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ ദേഷ്യപ്പെട്ട് സംസാരിച്ചില്ലേ? ആ സ്ത്രീയാണ് ഞാൻ. 27-ാമത്തെ വാക്യം. എന്നിട്ട് ആ വാക്യം എഴുതിയിരിക്കുകയാണ്, ഈ കൊച്ചിന് വേണ്ടിയാണ് ഞാൻ അന്ന് പ്രാർത്ഥിച്ചത്. തൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ ചൂണ്ടിക്കാണിച്ച് തൊട്ടുകൊണ്ട് അമ്മ പറയുകയാണ്, ഞാൻ ഈ കൊച്ചിന് വേണ്ടിയാണ് അന്ന് കണ്ണീരൊഴുക്കിയത്, അന്ന് ഇവിടെ വന്നത്, അന്ന് കരഞ്ഞത്, അന്ന് പ്രാർത്ഥിച്ചത്. അപ്പോൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ അമ്മ എങ്ങനെയാണ് ഈ കൊച്ചിനെ കണ്ടത്? ഇപ്പോൾ ഡയറക്റ്റായിട്ട് കണ്ടു. അന്ന് എങ്ങനെയാണ് കണ്ടത്? അത് വിശ്വാസത്തിൽ കണ്ടു. ഇനി പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. വിശ്വാസത്തിൽ കാണുന്നത് യാഥാർത്ഥ്യമായി ജീവിതത്തിൽ വരും. ഇന്നില്ലാത്തതാണ് ഞാൻ വിശ്വാസത്തിലാണ് കാണുന്നത്. അത് യാഥാർത്ഥ്യമായി ദൈവം തിരിച്ചു തരും. അന്ന ദേവാലയത്തിൽ വന്ന് കരഞ്ഞപ്പോൾ ഇതുപോലൊരു കുഞ്ഞിനെ വിശ്വാസത്തിലാണ് കണ്ടത്. ഇന്നത് കയ്യിൽ യാഥാർത്ഥ്യമായിട്ടുണ്ട്. എന്നിട്ടാണ് പുരോഹിതർ ഈ കൊച്ചിന് വേണ്ടിയാണ്, കൃത്യം ഈ കുഞ്ഞിന് വേണ്ടിയാണ് അന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, ഒരു വാക്യം, എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. നിങ്ങൾക്കും പറയാനിടവരട്ടെ, ആരാധനയിലൊക്കെ പ്രവേശിക്കുമ്പോൾ ഇതുപോലൊന്ന് പ്രാർത്ഥിക്കണം. ഹൃദയം ദൈവസന്നിധിയിൽ പകരണം. കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കണം. കേവലം ഒരു പാട്ട് പാടുന്നതിൻ്റെ കൂടെ പാടി പ്രാർത്ഥിച്ചതിൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചു, അതുമാത്രം പോരാ. ഹൃദയം കൊണ്ട് പാടുകയും ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നിങ്ങൾക്ക് മറുപടി തരും. എഴുതിയ കത്തിന് മറുപടി വരും. ഇതുപോലെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്കും ദൈവസന്നിധിയിൽ നിന്ന് മറുപടി വരും.
നമുക്ക് പ്രാർത്ഥിക്കാം, ആരാധനയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങാം. നമ്മുടെ മനസ്സും ശരീരവും എല്ലാം നമുക്ക് ഒരുക്കാം. പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും വിലയിടുന്നൊരു ദൈവമുണ്ട്. ആരൊക്കെ ഇതിനെ കളിയാക്കിയാലും, ആരൊക്കെ ഇതിനെതിരെ വിമർശിച്ചാലും, ആരൊക്കെ എത്ര ട്രോളുകൾ ഇറക്കിയാലും പ്രാർത്ഥനയ്ക്ക് വിലയിടുന്നൊരു ദൈവം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊരു അനുഭവം ദൈവം നമുക്ക് തരും. ദൈവവചനം പറയുന്നു, പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്, ആരാധനയ്ക്ക് വിലയുണ്ട്. അതിനൊക്കെ ദൈവം വിലയിടും. അത് അനുഗ്രഹമായി, യാഥാർത്ഥ്യമായി നമ്മുടെ കയ്യിൽ വരും, നമ്മുടെ ജീവിതത്തിൽ വരും. അതാണ് സാക്ഷ്യമായി വരും. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം ചേർന്ന് ആരാധനയിലേക്ക് പ്രതീക്ഷയോടെ നമുക്ക് പ്രവേശിക്കാം. ദിവ്യസക്രാരിയിൽ നിന്നിതാ ആഗതനാകുന്നു എന്നീശോ. ദാഹമോടെ ഞാനിന്നി അൾത്താരയിൽ. ദിവ്യസക്രാരിയിൽ നിന്നിതാ ആഗതനാകുന്നു എന്നീശോ. ദാഹമോടെ ഞാനിന്നി അൾത്താരയിൽ. കാഴ്ചയായി നൽകാം ജീവിതം മുഴുവൻ എൻ്റെ പൊന്നുനാഥന് സ്വീകരിക്കുമ്പോൾ ആരാധന. ദിവ്യസക്രാരിയിൽ നിന്നിതാ ആഗതനാകുന്നു എന്നീശോ. ദാഹമോടെ ഞാനിന്നി അൾത്താരയിൽ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ ശുശ്രൂഷയുടെ 27ാമത്തെ ദിവസത്തെ വചനവും ആരാധനയിലുമാണ് പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും പ്രതീക്ഷയോടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ആരാധന നിങ്ങൾക്കൊരു വലിയൊരു അനുഗ്രഹത്തിന് കാരണമാകുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നൊരു വിഷയമെന്ത്? നമ്മൾ കേട്ട വിഷയം, പ്രാർത്ഥിച്ചതിൽ കേട്ട വിഷയം, പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ദൈവം വിലയിടും എന്നാണ്. നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും ആരാധിച്ച ആരാധനയും പാടിയ പാട്ടുകളൊന്നും നഷ്ടമല്ല. അതൊക്കെ ദൈവം വിലയിടും. മനുഷ്യൻ്റെ മുമ്പിൽ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ടാവില്ല. ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നവരെ നമ്മൾ വിമർശിക്കും, കുറ്റം പറയും, തള്ളിപ്പറയും. എന്നാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. പ്രാർത്ഥിക്കുന്നവനെ ദൈവം വിലയുള്ള ഒരാളായിട്ടാണ് കാണുന്നത്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിനൊരു അഭിമാനമാണ്. ജോബിനെ കുറിച്ച് പറയുന്നത്, സാത്താനോട് ദൈവം പറഞ്ഞത്, എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? വലിയ അഭിമാനത്തോടെയാണ് ചോദിച്ചത്. നീ ഭൂമി മുഴുവൻ ചുറ്റിത്തിരിഞ്ഞ് നടന്നു, എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? ജോബ് ദൈവഭക്തനും പ്രാർത്ഥനയുള്ളവനും നീതിയോടെ ജീവിച്ചവരുമാണ്. സ്വർഗത്തിലെ ദൈവത്തിന് ആ വ്യക്തി ഒരു അഭിമാനമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥന നഷ്ടമല്ല. നമ്മുടെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഈ ഒരു ആരാധനയുടെ സമയത്ത് ഒന്ന് അധരം തുറന്നൊന്ന് പ്രാർത്ഥിച്ച്, നിങ്ങൾ ഏത് സാഹചര്യത്തിലായിക്കൊള്ളട്ടെ, ഏത് മാനസികമായ നിലയിലായിക്കൊള്ളട്ടെ, നിങ്ങൾ ദൈവസന്നിധിയിലേക്കൊന്ന് കരങ്ങൾ ഉയർത്തിക്കേ. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി, ഒന്ന് ആരാധിച്ചു തുടങ്ങി. അറിയാവുന്നതുപോലൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച്, അറിയാവുന്നതുപോലൊന്ന് സ്തുതിച്ച്, അറിയാവുന്നതുപോലൊക്കെ ഒന്ന് പാടിക്കേ, അറിയാവുന്നതുപോലെ ദൈവത്തെ ഒന്ന് ആരാധിച്ച്. അതിനെല്ലാം ഗുണമുണ്ട്, അതിനെല്ലാം പ്രതിഫലമുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന നഷ്ടമല്ല.
ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു, എല്ലാവരും സ്തുതിക്കുന്നു, എല്ലാവരും ഒന്നുചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി പറയുന്നു, ദൈവപിതാവേ നന്ദി പറയുന്നു. യേശുവേ, അങ്ങേക്ക് മഹത്വം നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ സ്നേഹത്തിന്, കാരുണ്യത്തിന്, പരിപാലനയ്ക്ക് നന്ദി പറയുന്നു, നന്ദി പറയുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക് നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, യേശുവേ സ്തുതിക്കുന്നു, 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 നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുരക്തം എന്നിൽ ഒഴുകട്ടെ നാഥ, അഭിഷേകം എന്നിൽ നിറയട്ടെ. തിരുരക്തം, തിരുരക്തം എന്നിൽ ഒഴുകട്ടെ നാഥ, അഭിഷേകം എന്നിൽ നിറയട്ടെ. തിരുരക്തം, തിരുരക്തം എന്നിൽ ഒഴുകട്ടെ നാഥ, അഭിഷേകം എന്നിൽ നിറയട്ടെ. ഈ ആരാധന നമ്മുടെ ജീവിതത്തിലൊരു അത്ഭുതം സൃഷ്ടിക്കും. ദൈവത്തിൻ്റെ അടയാളം നമ്മൾ കാണും. കാരണം ഇന്ന് നമ്മൾ കേട്ട വചനം എന്താണെന്നറിയാമോ? 1 സാമുവേലിൻ്റെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലെ ഹന്നായുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഹന്ന ദേവാലയത്തിൽ ചെന്ന് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. ചുമ്മാ പ്രാർത്ഥിച്ചു എന്നല്ല, എന്തൊക്കെയോ പ്രാർത്ഥിച്ചു എന്നല്ല, ഹൃദയം നുറുങ്ങി കരഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവം ആ പ്രാർത്ഥനയ്ക്ക് വിലയിട്ടു. ആ വിലയാണ് സാമുവേൽ എന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം ആ ഭവനത്തിലുണ്ടായത്. ദൈവമിട്ട വിലയാണ്. പ്രിയപ്പെട്ടവരെ, കരഞ്ഞ കണ്ണുനീരിന്, ദൈവസന്നിധിയിൽ കരഞ്ഞ കണ്ണുനീരിന് വിലയുണ്ടെന്ന് ദൈവം തെളിയിച്ചിട്ടുണ്ട് ഈ അധ്യായത്തിൽ. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഹന്ന ദേവാലയത്തിൽ ചെന്ന് ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ചു, തന്നെ തന്നെ സമർപ്പിച്ചു. നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ ഒന്ന് സമർപ്പിക്കാമോ? നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാമോ? ഈ സമയത്ത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാഹചര്യത്തെ സമർപ്പിക്കുക, നിങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിക്കുക, നിങ്ങളുടെ മക്കളെ സമർപ്പിക്കുക, നിങ്ങളുടെ ആരോഗ്യത്തെ സമർപ്പിക്കുക, നിങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവരുടെ നിയോഗത്തെ സമർപ്പിക്കുക. ഈ ഒരു ആലയത്തിലേക്ക്, ഈ ഒരു ശുശ്രൂഷയുടെ ഭാഗമായി ആളുകൾ എഴുതി അയച്ചിട്ടുള്ള, മെസ്സേജ് അയച്ചിട്ടുള്ള, ഫോൺ വിളിച്ചു പറഞ്ഞിട്ടുള്ള എല്ലാ നിയോഗങ്ങളെയും, എല്ലാ ആവശ്യങ്ങളെയും ഇപ്പോൾ സമർപ്പിക്കുകയാണ്. ഇപ്പോൾ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു, നിങ്ങളുടെ രോഗാവസ്ഥയെ സമർപ്പിക്കുന്നു, നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ സമർപ്പിക്കുന്നു, നിങ്ങളെ അലട്ടുന്ന എല്ലാ അസ്വസ്ഥതകളെയും സമർപ്പിക്കുന്നു, എല്ലാ ഭാരങ്ങളെയും സമർപ്പിക്കുന്നു, ചെറുതും വലുതുമായ രോഗാവസ്ഥകളെ സമർപ്പിക്കുന്നു, സാമ്പത്തികമായ ബുദ്ധിമുട്ടിനെ സമർപ്പിക്കുന്നു, ശുശ്രൂഷ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഏൽപ്പിക്കപ്പെട്ട ദൈവിക ശുശ്രൂഷകളെ അത് ചെയ്യുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. എല്ലാവരും ചേർന്ന് നിങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ഹന്ന ദേവാലയത്തിൽ പോയി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. അപ്പോൾ ആ ദേവാലയത്തിലെ പുരോഹിതൻ, ഈ വ്യക്തി എന്തോ മദ്യപിച്ചിട്ടാണ്, മദ്യലഹരിയിലാണ്, എന്തൊക്കെയോ പുലമ്പുകയാണ് എന്നൊക്കെ വിചാരിച്ച് ആ വ്യക്തിയുടെ അടുത്തേക്ക് വരുമ്പോൾ ഈ ഹന്ന പറഞ്ഞു, എൻ്റെ വിഷമം കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയതാ. എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഞാൻ പകരുകയായിരുന്നു. എൻ്റെ ഭാരങ്ങളും എൻ്റെ വിഷമങ്ങളും എൻ്റെ സങ്കടങ്ങളും ഞാൻ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകളും ഞാൻ അങ്ങയുടെ മുമ്പിൽ ഞാൻ പകരുകയായിരുന്നു. അതൊരു പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മളുടെ ജീവിതത്തെ പകർന്നുകൊണ്ടുള്ള പ്രാർത്ഥന വിശ്വാസത്തിൽ നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ എന്താ സംഭവിച്ചതെന്ന് ബൈബിൾ എഴുതിയിരിക്കുന്നു. അവളുടെ പ്രാർത്ഥനയെ ദൈവം വിലയിട്ടു, അവളുടെ കണ്ണുനീരിനെ ദൈവം വിലയിട്ടു. സാമുവേൽ എന്നൊരു കുഞ്ഞിനെ അവർക്ക് നൽകി. ആ സാമുവേലിനെയും കൊണ്ട് തിരിച്ചതേ ദേവാലയത്തിൽ ചെന്ന് ആ സ്ത്രീ അതേ പുരോഹിതൻ്റെ അടുത്തു ചെന്ന് തന്നെ തന്നെ പരിചയപ്പെടുത്തി. എന്നിട്ട് ആ പുരോഹിതനോട് ചോദിച്ചു, എന്നെ ഓർമ്മയുണ്ടോ, എന്നെ അറിയുമോ? അപ്പോൾ
ആ വ്യക്തി ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹന്ന തന്നെ പരിചയപ്പെടുത്തി, പണ്ട് ഇതേ ദേവാലയത്തിൽ ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച ഒരു സ്ഥലമാണ്. അങ്ങനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് ഈ ഹന്ന പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞിന് വേണ്ടിയാണ് അന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. അന്ന് പ്രാർത്ഥിക്കാൻ വന്ന അന്ന് കയ്യിൽ കുഞ്ഞില്ലായിരുന്നു. അത് വിശ്വാസത്തിലൊരാഗ്രഹം മാത്രമായിരുന്നു, അതൊരു പ്രാർത്ഥനയായിരുന്നു, അതൊരു കണ്ണുനീരായിരുന്നു. എന്നാൽ അന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത് ദൈവം യാഥാർത്ഥ്യമാക്കി ആ വ്യക്തിയുടെ കൈകളിൽ ഏൽപ്പിച്ചു. നിങ്ങൾ വിശ്വാസത്തിൽ കാണുന്നതിനെ, പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നതിനെ ദൈവം യാഥാർത്ഥ്യമാക്കി മാറ്റും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിനും ആരാധനയ്ക്കും ദൈവം വിലയിടും, വില കൽപ്പിക്കും. അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ പാടി പ്രാർത്ഥിക്കും, നാഥ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി സമർപ്പിക്കുന്നു. പാടുന്നതിന് മുമ്പ് നിങ്ങളെ തന്നെ, നിങ്ങളുടെ നിയോഗം, നിങ്ങളായിരിക്കുന്ന വീടിൻ്റെ അന്തരീക്ഷം, ശുശ്രൂഷയുടെ അന്തരീക്ഷം, നിങ്ങൾ യാത്രകളിലായിരിക്കാം, വീട്ടിലായിരിക്കാം, ജോലി ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കാം, നിങ്ങളുടെ ജീവിതം ഒന്ന് സമർപ്പിച്ച് നിങ്ങളായിരിക്കുന്ന സ്ഥലം ദിവ്യകാരുണ്യ ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വെറുതെയല്ല. ഈ ദിവസം നമ്മൾ കണ്ടത് പ്രാർത്ഥനയിൽ സംഭവിച്ച മിറക്കിളാണ്, പ്രാർത്ഥനയിൽ സംഭവിച്ച അടയാളമാണ്. ഇതുപോലെ ഹന്ന സമർപ്പിച്ചപ്പോൾ കണ്ട അത്ഭുതമാണ്. എന്നിട്ട് പറഞ്ഞില്ലേ, അന്ന് പ്രാർത്ഥിച്ചത് ദൈവം ഇന്ന് എൻ്റെ കൈകളിൽ തന്നു. നിങ്ങൾ എന്തില്ലാത്തതിൻ്റെ പേരിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? വീടായിരിക്കാം, ജോലിയായിരിക്കാം, അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഭാവിയുടെ പല കാര്യങ്ങളും ഓർത്തായിരിക്കും. എന്താണോ ഇല്ലാത്തത് അതിനെ ഓർത്ത് വെറുതെ കരയാതെ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് കരയുക. നിങ്ങളുടെ പ്രാർത്ഥനയെ ദൈവം വിലയിടും. ഇന്നില്ലാത്തത് വിശ്വാസത്തിൽ കണ്ടത് ദൈവം യാഥാർത്ഥ്യമാക്കി തരും. വിശ്വാസത്തോടെ ഈ ഗാനത്തിൻ്റെ വരികൾ ശ്രദ്ധിക്കുമ്പോൾ അതൊരു പ്രാർത്ഥനയായി പാടുന്നവൻ 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നുവെന്നാണ്. അങ്ങനെ ഒരു പ്രാർത്ഥനയോടെ ഈ വരികൾ ശ്രദ്ധിക്കുന്നു. സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു. എങ്ങനെയാണത് സമർപ്പിക്കുന്നത്? പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഒന്ന് സമർപ്പിച്ച്, എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ച്, കുടുംബത്തിന് അന്തരീക്ഷം സമർപ്പിച്ച്, എന്നിട്ട് പറഞ്ഞ് നാഥ സമർപ്പിക്കുന്നു എന്ന്. എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. നാഥ. എന്നിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണേ, നാഥ ഞാൻ സമർപ്പിച്ച് ഈ വിഷയത്തെ അങ്ങ് കൈക്കൊള്ളണേന്ന്. കർത്താവെ അത് ഏറ്റെടുക്കണമെന്ന് എൻ്റെ അർത്ഥം. കർത്താവെ ഞാൻ സമർപ്പിച്ചത് ഈ വിഷയമാണ്, ഞാൻ സമർപ്പിച്ച എൻ്റെ രോഗാവസ്ഥയാണ്, ഞാൻ സമർപ്പിച്ച എൻ്റെ കുഞ്ഞുങ്ങളെയാണ്, ഞാൻ സമർപ്പിച്ചത് എൻ്റെ ജോലിയുടെ കാര്യമാണ്, ഞാൻ സമർപ്പിച്ചത് എൻ്റെ ആത്മീയ ജീവിതത്തെയാണ്, ഞാൻ സമർപ്പിച്ചത് എൻ്റെ ശുശ്രൂഷയാണ്, ഞാൻ എന്നെ സമർപ്പിച്ച എൻ്റെ സമർപ്പിത ജീവിതത്തെയാണ്. എന്നെ കൈക്കൊള്ളണേ. ആ സമർപ്പിച്ചത് എന്നെ നീ കൈക്കൊള്ളണേ. എങ്ങനെയത് കൈക്കൊള്ളണം? പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. ഒരിക്കൽ കൂടി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ശ്രദ്ധിച്ച്, കൈക്കൊള്ളണമേ. ദൈവം എൻ്റെ പ്രാർത്ഥന ഞാൻ ഇപ്പോൾ സമർപ്പിച്ചത്. ഒന്ന് കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചു പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സമർപ്പിക്കുന്നു, കർത്താവേ സമർപ്പിക്കുന്നു. ഞാൻ സമർപ്പിച്ചതിനെ കൈക്കൊള്ളണമേ കർത്താവേ, കൈക്കൊള്ളണമേ കർത്താവേ. അത്ഭുതമാക്കണമേ കർത്താവേ, വിടുതൽ നൽകണമേ കർത്താവേ, സൗഖ്യം നൽകണമേ കർത്താവേ, രക്ഷ നൽകണമേ കർത്താവേ, അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കണമേ. ഹല്ലേലൂയ. കൈക്കൊള്ളണേ, എന്നെയും എൻ്റെ നിയോഗത്തെയെല്ലാം എന്നെ നീ കൈക്കൊള്ളണേ. പൂർണ്ണമായി യേശുവേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. ഇനി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, നാഥ നീ മാറ്റണമേ, എന്നെ അങ്ങയുടേതായി മാറ്റണം. ഞാൻ ഈ പ്രാർത്ഥിച്ച നിയോഗം എല്ലാം ഒരു നിയോഗമുണ്ട്, എന്നെ അങ്ങയുടേതായി മാറ്റണമേ. ചേർന്ന് പ്രാർത്ഥിക്കാം. നാഥ നീ മാറ്റണമേ, ദൈവമേ എന്നെ നീ മാറ്റണമേ. എല്ലാ
എല്ലാവരും ചേർന്നൊന്ന് പാടി നോക്കൂ. പൂർണ്ണമായി മാറ്റേണമേ, അങ്ങയുടേതായി മാറ്റണം, അങ്ങേതായി മാറ്റേണമേ. ഒന്നും കൂടെ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സ്വപ്നങ്ങളെ ഒക്കെ അങ്ങയുടേതാക്കി. നമ്മുടെ വീട് ദൈവത്തിൻ്റെ ഭവനമായി മാറട്ടെ, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായി മാറട്ടെ, ദൈവത്തിൻ്റെതായി മാറട്ടെ. നമ്മളെല്ലാവരും നമ്മുടെ ചുറ്റുപാടും പ്രാർത്ഥിക്കുന്ന വിഷയവും വരുമാനം എല്ലാം ദൈവത്തിൻ്റെതായി മാറട്ടെ. അങ്ങനൊന്ന് പാടി പ്രാർത്ഥിക്കാം. നാഥാ നീ മാറ്റണമേ, നാഥാ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ. പകുതിയല്ല, പൂർണ്ണമായി പൂർണ്ണമായി മാറ്റേണമേ, അങ്ങയുടേതായി എന്ന് പറഞ്ഞ് അങ്ങേതായി മാറ്റേണമേ. ഒരുമിച്ച് എല്ലാവരും അധരം തുറന്നൊന്ന് പറഞ്ഞ് നാഥാ സമർപ്പിക്കുന്നു, നാഥാ സമർപ്പിക്കുന്നു, എന്നെയും എൻ്റെ നിയോഗത്തെ എല്ലാം എന്നെ സമർപ്പിക്കുന്നു. പകുതിയല്ല, പൂർണ്ണമായി പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കേട്ട ഈ ദൈവവചനമുണ്ട്. ഹന്നായുടെ പ്രാർത്ഥന, ഹന്നായുടെ കണ്ണുനീർ, ഹന്ന ദൈവസന്നിധിയിൽ പൊഴിച്ച കണ്ണുനീർ, അതിനെല്ലാം ദൈവം വിലയിട്ടു. പ്രാർത്ഥനയ്ക്ക് ദൈവം വിലയിടും. അതിന് മറുപടിയുണ്ട്, അതിന് റിസൾട്ടുണ്ട്. പ്രാർത്ഥനയ്ക്കൊരു ശക്തിയുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ബർത്തേമ്യൂസ് എന്ന് പറയുന്ന ഒരു അന്ധയാചകനെ നിങ്ങൾക്കറിയില്ലേ? ആ മനുഷ്യൻ വഴിയരികിൽ ഭിക്ഷയെടുക്കുന്ന ഒരു ഭിക്ഷക്കാരനായിരുന്നു. ഭിക്ഷക്കാരൻ്റെ പേരെങ്ങനെയാ വേദപുസ്തകത്തിനകത്ത് വന്നത്? ഒറ്റ പ്രത്യേകത കൊണ്ടല്ലേ? അയാൾ ഭിക്ഷ നേടി ലക്ഷങ്ങൾ സമ്പാദിച്ചത് കൊണ്ടല്ല പേര് വന്നത്. അയാൾ ഭിക്ഷയെടുത്ത് അയാൾ വലിയൊരു വീട് വെച്ചു എന്നതിൻ്റെ പേരിലല്ല. അയാൾ ഭിക്ഷയെടുക്കുന്ന ആ സാഹചര്യത്തിലിരുന്ന് ദൈവത്തെ ഉറക്കെ വിളിച്ചു എന്ന കാരണത്താലാണ് ആ വ്യക്തിയുടെ പേര് നമ്മളിന്ന് ഓർക്കാൻ കാരണം. എൻ്റെയും നിങ്ങളുടെ വേദപുസ്തകത്തിനകത്ത് ആ വ്യക്തിയുടെ പേരിങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവനെ ദൈവം മറക്കത്തിൽ ഒരു കാലത്തും. ആ മനുഷ്യൻ വഴിയരികിലിരുന്ന് യേശുവിനെ ഉറക്കെ വിളിച്ചു. യേശുവേ എന്ന പേര് എടുത്തു പറഞ്ഞ് വിളിച്ചപ്പോൾ അവിടെ ഒരു അത്ഭുതം എഴുതി വച്ചിട്ടുണ്ട്. നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന യേശു ആരോ വിളിക്കുന്നുണ്ടെന്ന് അടുത്ത് നിൽക്കുന്നവരോട് പറഞ്ഞ് എന്തുവാ പ്രശ്നമെന്നല്ല ചോദിച്ചത്. യേശു അവിടെ നിന്നു. ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ യേശു നിന്നു. അപ്പോൾ അർത്ഥം എന്നാണെന്നറിയാമോ? ദൈവത്തെ പോലും നിർത്തിക്കാൻ പറ്റും പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യന്. പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യന് ദൈവത്തെ നിർത്താൻ പറ്റും, പിടിച്ചു നിർത്താൻ പറ്റും. അന്ധനായ മനുഷ്യൻ ഒരു സ്വാധീനവും ഇല്ലാത്തവനാണ്. ഒരു പിടിപാടും സ്വാധീനവും വലിയ ബന്ധങ്ങളൊന്നുമില്ലാത്തൊരു സാധാരണ ആരോരും ഇല്ലാത്ത ഒരാളാണ്. ആ വ്യക്തിയുടെ പ്രാർത്ഥനയെ ദൈവം ഉപേക്ഷിച്ച് കളഞ്ഞില്ല. അയാൾ ആരും ഇല്ലാത്ത ഒരാളാന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞില്ല. അയാളുടെ പ്രാർത്ഥനയെപ്പോലും വിലയുള്ളതായിട്ടാണ് ദൈവം കണ്ടേ. എന്നിട്ട് യേശു ചോദിച്ചു, നിനക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ കണ്ണിന് കാഴ്ച, ഇപ്പോൾ എനിക്ക് കാഴ്ചയില്ല, ഇപ്പോൾ എനിക്കതില്ല, എനിക്കത് വീണ്ടും കിട്ടണം. ഇപ്പോൾ ഇല്ല, പ്രാർത്ഥനയിലാണ് ഇപ്പോൾ ഇല്ലാത്തതിനെ ദൈവം യാഥാർത്ഥ്യമാക്കി തരുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ഇല്ലാത്ത പല കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു കാര്യം നടന്നായിരുന്നെങ്കിൽ, ഒരു ജോലി കിട്ടിയായിരുന്നെങ്കിൽ, ഒരു വീടുണ്ടായിരുന്നെങ്കിൽ, നല്ലപോലെ പ്രാർത്ഥന ഉണ്ടായിരുന്നെങ്കിൽ, വിശ്വാസം ഒന്ന് വർദ്ധിച്ചായിരുന്നെങ്കിൽ, ദൈവത്തോടുള്ള ബന്ധം ഒന്ന് വർദ്ധിച്ചായിരുന്നെങ്കിൽ, എനിക്ക് കുറച്ചൊക്കെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന കാര്യമില്ലേ? ദൈവസന്നിധിയിലേക്ക് അത് കൊടുക്കുക, ദൈവസന്നിധിയിലേക്ക് അത് ഏൽപ്പിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. അതാണ് പറഞ്ഞത്, വിശ്വാസത്തിനും പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ദൈവം വിലയിടും. ഭിക്ഷക്കാരൻ, അവൻ്റെ സാഹചര്യം മാറി, ജീവിതം മാറി, അവൻ്റെ കാഴ്ചപ്പാട് മാറി. അവൻ്റെ ജീവിതത്തെ മാറ്റിയത് ആരോ ഇട്ട പണമല്ല, അവൻ്റെ ജീവിതത്തെ മാറ്റിയത് ആരോ കൊടുത്ത കുറച്ച് സ്ഥലം കൊണ്ടല്ല, അവൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് അവൻ്റെ ചരിത്രം തന്നെ മാറിയത്. അവൻ്റെ ജീവിതം യു-ടേൺ പോലെ തിരിഞ്ഞത്, അവൻ്റെ ജീവിതം തന്നെ മാറിപ്പോയി. പ്രാർത്ഥന കൊണ്ട് ഒരാളുടെ ചരിത്രം തന്നെ മാറും, ജീവിതം തന്നെ മാറും, സാഹചര്യങ്ങൾ മാറും.
അന്ധനായ മനുഷ്യൻ എങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നതെന്നറിയാവോ? അന്ധരായ ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മളെപ്പോലെ വേഗത്തിൽ വാഹനത്തിൽ കയറില്ല, നമ്മളെപ്പോലെ വേഗത്തിൽ റോട്ടിൽ കൂടെ ഓടില്ല, നമ്മളെപ്പോലെ വേഗത്തിൽ റോഡ് ക്രോസ് ചെയ്യില്ല. അവർ വളരെ തപ്പിയും തടഞ്ഞും, കയ്യിലൊരു വടിയുണ്ടാകും, മിക്കവരുടെയും കയ്യിൽ ഒരു സ്റ്റിക്കുണ്ടാകും. അതുകൊണ്ട് ഇങ്ങനെ തപ്പി തടഞ്ഞ് വീഴുവോ എന്ന് പേടിച്ചും ഭയപ്പെട്ടും, ചില സമയത്ത് അവർക്ക് വേറൊരാളുടെ സഹായം വേണം, അവർ കയ്യെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊണ്ടുപോകും. അങ്ങനെ തപ്പിത്തടഞ്ഞ് നടന്ന ഒരാളാണ്. ഒറ്റ കാര്യം ചെയ്തുള്ളൂ, പ്രാർത്ഥിച്ചപ്പം ദൈവം അവൻ്റെ കണ്ണു തുറന്നപ്പോൾ തപ്പിത്തടഞ്ഞല്ല പിന്നെ നടന്നത്, പിന്നെ പതുക്കെ ഇഴഞ്ഞിഴഞ്ഞല്ല നടന്നത്, പിന്നെ വേഗത്തിൽ നടക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ വേഗത പോലും വർദ്ധിക്കും, നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഘട്ടം വർദ്ധിക്കും. എല്ലാം മാറ്റം വരുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. അങ്ങനെയെങ്കിൽ ഒരിക്കൽ കൂടി നമ്മളൊന്ന് കരങ്ങൾ ഉയർത്തിയേ പറ്റൂ, നമ്മൾ പ്രാർത്ഥിച്ചേ പറ്റൂ, നമ്മൾ ആരാധിച്ചേ പറ്റൂ. കാരണം നമ്മുടെ പ്രാർത്ഥനയെ വിലയോടെ കാണുന്ന, അതിനെ അനുഗ്രഹമാക്കുന്നൊരു ദൈവമുണ്ട്. കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും വിലയിടുന്നൊരു ദൈവമുണ്ട്. ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞില്ലല്ലോ, ഞാനത് കണ്ടില്ലായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു, എനിക്ക് ഇനി ഒരിക്കൽ ശ്രദ്ധിക്കാമെന്നൊന്നുമല്ല. കണ്ണുനീരിനെ ദൈവം കണ്ടു, ആ സങ്കടത്തെ ദൈവം കണ്ടു, ആ നിയോഗത്തെ ദൈവം കണ്ടു. നിങ്ങൾ സമർപ്പിച്ച നിയോഗത്തെ ദൈവം കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ സങ്കടത്തെ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ഒരു ബോധ്യത്തോടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, ആരാധിക്കുന്നു. ശക്തി നൽകണമേ, പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമേ, ദൈവീക ഇടപെടൽ അനുഭവിക്കാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ, എല്ലാ പ്രതിസന്ധികളും മാറ്റണമേ. ഇന്നില്ലാത്തത് വിശ്വാസത്തിൽ അതിനെ കണ്ടുകൊണ്ട് അതിനെ യാഥാർത്ഥ്യമാക്കി തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, മഹത്വം കാണും, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, പ്രവൃത്തി കാണും, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, വിടുതൽ കാണും, വിടുതൽ കാണും, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കരുതൽ കാണും. പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം ഉണ്ടെന്നാണ് ഇപ്പോൾ പാടിയത്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നൽകുന്നൊരു വിടുതലുണ്ട്. നമുക്ക് ഈ ഗാനത്തിൻ്റെ വരികൾ ശ്രദ്ധയോടെ ഒന്ന് കേട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കും. അങ്ങനെയെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ നിയോഗത്തെ ഒരിക്കൽ കൂടി ഒന്ന് സമർപ്പിക്കാം, ഒരിക്കൽ കൂടി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നിങ്ങളുടെ ഭവനത്തെ, നിങ്ങളുടെ സാഹചര്യങ്ങളെ, ഈ നിയോഗമായി 33 ദിവസം പങ്കെടുക്കുന്നതിൻ്റെ ഈ 27ാമത്തെ ദിവസം ഈ ഒരു നിയോഗത്തെ മുഴുവൻ സമർപ്പിക്കുന്നു. പരിശുദ്ധമ്മയുടെ സാന്നിധ്യത്തോട് ചേർന്ന് നിങ്ങളുടെ ഭവനങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന 27ാമത്തെ ദിവസമാകട്ടെ ഇത്. ഹന്നായുടെ പ്രാർത്ഥന കേട്ട് അവൾ പറഞ്ഞില്ലേ, ഈ കൊച്ചിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്, വിശ്വാസത്തിൽ കണ്ടത് ഇന്നെൻ്റെ കൈകളിൽ ദൈവം യാഥാർത്ഥ്യമാക്കി. വിശ്വാസത്തിൽ കാണുന്നത് ഒരുപക്ഷെ ഇന്നില്ലായിരിക്കും, പക്ഷെ നാളെ ഒരു സമയത്ത് അന്ന് വിശ്വാസത്തിൽ കണ്ടതിനെ ദൈവം യാഥാർത്ഥ്യമാക്കി തരാതിരിക്കില്ല. പ്രാർത്ഥനയ്ക്ക് വിലയിടുന്ന, ആരാധനയ്ക്ക് വിലയിടുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ ചേർന്ന് ഈ ഗാനത്തിൻ്റെ വരികളൊന്ന് ശ്രദ്ധിച്ച് പാടിയേ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ഒരിക്കൽ കൂടി ചേർന്നെല്ലാവരും ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ഒരിക്കൽ കൂടി വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ
ദൈവത്തിന്റെ കരുതൽ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും സ്തുതിക്കുന്നു. ഈ പാട്ടിന്റെ വരികൾ ഈ സ്തുതിപ്പിന്റെ പിറകുവശത്ത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കരങ്ങൾ കാണും, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണും, ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ വിടുതൽ കാണും. എല്ലാവരും സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഏൽപ്പിക്കുന്നു. യേശുവേ, ഈ പ്രാർത്ഥന അങ്ങ് ശ്രദ്ധിക്കണമേ. പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമേ. ദൈവത്തിന്റെ ഇടപെടൽ സംഭവിക്കണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ അനുഗ്രഹിക്കണം, സഹായിക്കണം, ശക്തിപ്പെടുത്തണം, ബലപ്പെടുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവകൃപ നിറയട്ടെ, ദൈവത്തിന്റെ അനുഗ്രഹം ഇന്ന് സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നത്തെ പ്രവൃത്തി. നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം അർഹിക്കുന്ന നിങ്ങൾക്കറിയാവുന്ന 10 പേരുടെയെങ്കിലും ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വിമലപാതയിലെ എപ്പിസോഡുകൾ വീണ്ടും കാണുന്നതിനും ശാലോം ടിവിയിലെ മറ്റു പ്രോഗ്രാമുകൾ ലഭിക്കുന്നതിനും ശാലോം ടിവി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേദനിക്കുന്നവർക്ക് ആശ്വാസമേകാൻ, തകർന്നവർക്ക് പ്രതീക്ഷയേകാൻ സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളിയാകുവിൻ. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക.